സ്വാഗതം. ടാരോട്ട് ഒറാക്കിൾ ബൈ ഇന്ദിര എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. ജനറലായിട്ടുള്ള ചില, അതായത് ഒന്നും നടക്കുന്നില്ല, ആകെ സ്റ്റക്കായിട്ട് നിൽക്കണം, ആകെ പ്രോബ്ലമാണ്, ഒന്നും ശരിയാവുന്നില്ല എന്നൊക്കെ വരുമ്പോൾ നമുക്കൊരു ജനറൽ റീഡിംഗ് എടുക്കാം. അങ്ങനെ ഞാനിവിടെ പൊതുവായിട്ടുള്ള ഒരു ജനറൽ റീഡിംഗ് എടുക്കുകയാണ്. ഇതെല്ലാവർക്കും റെസനേറ്റ് ചെയ്തോളണമെന്നില്ല, റെസനേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഉൾക്കൊണ്ടാൽ മതി. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർക്ക് കാര്യങ്ങളൊന്നും വേണ്ട പോലെ നടക്കണില്ല, ആകെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ബ്ലോക്ക്, എന്താണ് തടസ്സം, എന്താണ് കറണ്ട് എനർജി, എന്താണ് അറിയാണ്ട് പോയത്, എന്താണ് തടസ്സം, എന്താണ് വെല്ലുവിളി, ഇതൊക്കെയാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ജനറലായിട്ടുള്ള റീഡിങ്ങിൽ ഫസ്റ്റ് വന്ന കാർഡ് ഡെത്താണ്. ഡെത്ത് എന്നുള്ള കാർഡിൽ ഡെത്ത് എന്നല്ല ഇവിടെ മീൻ ചെയ്യണത്, അതായത് ജീവിതത്തിൻ്റെ ഒരു ദുർഘടമായ ഒരു ലൈഫിൻ്റെ സർക്കിള് അവസാനിച്ചു. അതായത് വളരെ സാഡായിട്ടുള്ള ഒരു സർക്കിളായിരുന്നു. ഇപ്പോഴത്തെ കറണ്ട് എനർജിയാണ് പറയണത്. ആ സർക്കിൾ ഇപ്പോൾ അവസാനിച്ചു. കണ്ട് ആ കുതിര സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവിടെ നിന്നൊരു പുതിയ ലൈഫ് സർക്കിള് തുടങ്ങാൻ പോവാണ്. അങ്ങനെ തുടങ്ങുമ്പോൾ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്നാണത് ഹീറോഫൻ്റാണ് വന്നേക്കണത്. ഹീറോഫൻ്റ് എന്ന് പറഞ്ഞത് ട്രഡീഷൻ്റെ കാർഡാണ്, മെൻറ്ററിൻ്റെ കാർഡാണ്, ഗുരുവിൻ്റെ കാർഡാണ്. അതായത് നിങ്ങളെ അറിയാതെ പോയത് എന്തായിരുന്നു, നിങ്ങളുടെ പാരമ്പര്യത്തെക്കുറിച്ച് നിങ്ങളെ അറിയാതെ പോയി. നിങ്ങൾക്ക് ഒരു ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒരു മെൻറ്ററിൽ നിന്നും നിങ്ങൾ ഉപദേശം തേടേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇതൊന്നും നേടാതെ അറിവില്ലായ്മ കൊണ്ട് ഉണ്ടായ പഴയ കാലത്തെ ആ ഒരു അവസ്ഥയാണ്, ആ പീരീഡാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനിയിപ്പോൾ സെക്കൻഡ് പീരീഡ് ലൈഫ് സർക്കിൾ തുടങ്ങുമ്പോൾ നിങ്ങളെ അറിയാത്തത് വീണ്ടും റിപ്പീറ്റ് ചെയ്യരുത്. ഇനി നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു മെൻറ്ററിൻ്റെ അഭിപ്രായം ആരായണം. ഒരു മെൻറ്ററിനോടോ ഒരു ഗുരുവിനോടോ നിങ്ങളുടെ പാരമ്പര്യത്തെ പിടിച്ചുകൊണ്ട് ഉപദേശം തേടേണ്ടത് ആവശ്യമാണ്. അതാണ് നിങ്ങൾ അറിയാതെ പോയത്. പിന്നെ നിങ്ങൾക്ക് തടസ്സമായി നിന്നത് എന്താണ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആയിരുന്നു. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ കാർഡാണ്. ധാരാളം സമൃദ്ധി ഉണ്ടായിരുന്നു. ഈ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു മദർഹുഡിൻ്റെ ഒരു മാതാവിൻ്റെയൊക്കെ ഒരു ഇതാണ്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ വെൽത്തും ഷെയർ ചെയ്യണം. അങ്ങനെ പണമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത്, അതായത് ഒരു ത്യാഗത്തിൻ്റെ ഒരു കാർഡും കൂടിയാണത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്. ധാരാളം സമൃദ്ധി ഉണ്ടായിരുന്നു, അത് ധാരാളം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തപ്പോൾ ഇപ്പോൾ എന്തായിരുന്നു വെല്ലുവിളി. അടുത്ത കാർഡ് വെല്ലുവിളിയാണ്. വെല്ലുവിളി എന്താ, ഇപ്പോൾ പഴയ പോലെ പണം വരുന്നില്ല, പണം സ്റ്റക്കായി നിൽക്കുകയാണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, അതായത് അവിടെ കുതിര നിൽക്കുകയാണ്, പണം വരുന്നില്ല. പണത്തിനെ നോക്കിയിട്ട് ഒരു യോദ്ധാവ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വെല്ലുവിളി എന്താ വെച്ചാൽ ഇപ്പോൾ പണം വരുന്നില്ല. പഴയ കാലത്ത് സമൃദ്ധി ഉണ്ടായിരുന്നു, അത് മുഴുവൻ ദാനം ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോയി, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ടും ഒക്കെ ആയിട്ട് പോയി. ഇപ്പം എന്താ, ഇപ്പോൾ പഴയ പോലെ പണം വരുന്നില്ല, കുതിര സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ആദ്യത്തെ ഡെത്ത് എന്നുള്ള കാർഡിലും കുതിര നിൽക്കുകയാണ് അവിടെ. നാലാമത്തെ കാർഡിലും കുതിര നിൽക്കുകയാണ്, പൈസ വരണില്ല. പൈസയെ നോക്കിയിട്ട് ഒരു യോദ്ധാവ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് വീണ്ടും പണം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. തൻ്റെ പാഷനായിട്ട് ഹാർഡ് വർക്കായിട്ട് ഒരു യോദ്ധാവിനെ പോലെ ഹാർഡ് വർക്ക് ചെയ്ത് പണം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്ന് മാത്രമല്ല, ആ പണത്തിനെ വളരെയധികം ശ്രദ്ധയോടെ ഉപയോഗിക്കുകയും വേണം. അതിനാണ് ഈ മെൻറ്ററിൻ്റെ ഉപദേശം വേണമെന്ന് പറഞ്ഞത്. പണത്തിനെ ധൂർത്തടിച്ച് ചിലവാക്കാതെ വളരെ ശ്രദ്ധയോടെ വേണ്ട കാര്യങ്ങൾക്ക് പണത്തിനെ ഉപയോഗിച്ചുകൊണ്ട് പണത്തിനെ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം. അതാണ് ഇവിടുത്തെ വെല്ലുവിളിയായിട്ട് വന്നിരിക്കുന്നത്. പണം ലക്ഷ്മിയാണ്, ദാനധർമ്മങ്ങളൊക്കെ വളരെ നല്ലതാണ്.
പക്ഷേ പണത്തിനെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യണം. അതാണ് ഇവിടെ വെല്ലുവിളി വന്നത്. പഴയ കാലത്ത് ദുർഘടമായ അവസ്ഥ ഇപ്പോൾ അവസാനിച്ചു. ആ അവസ്ഥയ്ക്ക് കാരണം എന്താണ്? അറിവില്ലായ്മയായിരുന്നു. അപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി ഉപദേശം തേടണം. മാത്രമല്ല പണത്തിനെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക കൂടിയും വേണം. അതാണ് ഇവിടെ ജനറൽ റീഡിങ്ങിൽ ഇവിടെ ഒരു വെല്ലുവിളിയായിട്ട് കാണുന്നത്. പണത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് പണത്തിനെ വളരെ സൂക്ഷിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് വീണ്ടും പണം ഉണ്ടാക്കുക. ആ പണം ഉണ്ടാക്കണോടൊപ്പം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്നുകൂടിയാണ് ഇതിലിപ്പോൾ ജനറൽ റീഡിങ്ങിൽ കാണുന്ന മെസ്സേജ്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ചെയ്തോളണമെന്നില്ല. ഇത് റെസനേറ്റ് ചെയ്യുന്നവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.